നേർവീഥി, നേർവീഥി, നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 51-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ബാബേലിൻ്റെ നേരെയും എൻ്റെ എതിരാളികളുടെ ഹൃദയത്തിൻ്റെ നേരെയും സംഹാരകന്റെ മനസ്സ് ഉണർത്തും. പാറ്റുന്നവരെ ഞാൻ ബാബേലിലേക്ക് അയക്കും. അവർ അതിനെ പാറ്റി ദേശത്തെ ശൂന്യമാക്കും. അനർത്ഥ ദിവസത്തിൽ അവർ അതിനെ 4 പുറവും വളയും. വില്ലാളി വില്ല് കുലയ്ക്കാതിരിക്കട്ടെ, അവൻ കവചം ധരിച്ച് നിവർന്ന് നിൽക്കാതിരിക്കട്ടെ. അതിലെ യൗവനക്കാരെ ആദരിക്കാതെ സർവ്വസൈന്യത്തെയും നിർമൂലമാക്കി കളവീൻ. അങ്ങനെ കൽദയരുടെ ദേശത്ത് നിഹതന്മാരും അതിൻ്റെ വീഥികളിൽ കുത്തി തുളയ്ക്കപ്പെട്ടവരും വീഴും. ഇസ്രയേലിൻ്റെയും യഹൂദയുടെയും ദേശങ്ങൾ ഇസ്രയേലിൻ്റെ പരിശുദ്ധനോടുള്ള അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ അവയുടെ ദൈവം അവയെ വിധവന്മാരായി വിട്ടിട്ടില്ല. ബാബേലിൻ്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താന്താൻ്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അതിൻ്റെ അകൃത്യത്തിൽ നശിച്ചു പോകരുത്. ഇത് യഹോവയുടെ പ്രതികാരമല്ലോ. അതിൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവൻ അതിനോട് പകരം ചെയ്യും. ബാബേൽ യഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാനപാത്രമായിരുന്നു. ജാതികൾ അതിലെ വീഞ്ഞു കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു. പെട്ടെന്ന് ബാബേൽ വീണ് തകർന്നുപോയി. അതിനെക്കുറിച്ച് മുറയിടുവീൻ. അതിൻ്റെ വേദനയ്ക്ക് തൈലം കൊണ്ടുവരുവീൻ. പക്ഷേ അതിന് സൗഖ്യം വരും. ഞങ്ങൾ ബാബേലിന് ചികിത്സ ചെയ്തുവെങ്കിലും സൗഖ്യം വന്നില്ല. അതിനെ ഉപേക്ഷിച്ച് കളവീൻ. നാം ഓരോരുത്തരും നമ്മുടെ സ്വദേശത്തേക്ക് പോകാം. അതിൻ്റെ ശിക്ഷാവിധി സ്വർഗത്തോളം എത്തി ആകാശത്തോളം പൊങ്ങിയിരിക്കുന്നു. യഹോവ നമ്മുടെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു. വരുവീൻ, നമ്മുടെ ദൈവമായ യഹോവയുടെ പ്രവൃത്തിയെ സിയോനിൽ പ്രസ്താവിക്കുക. അമ്പുമിനുക്കുവീൻ, പരിച ധരിപ്പീൻ. യഹോവ മേദ്യ രാജാക്കന്മാരുടെ മനസ്സ് ഉണർത്തിയിരിക്കുന്നു. ബാബേലിനെ നശിപ്പിപ്പാൻ തക്കവണ്ണം അവന്റെ നിരൂപണം അതിന് വിരോധമായിരിക്കുന്നു. ഇത് യഹോവയുടെ പ്രതികാരം, തന്റെ മന്ദിരത്തിനു വേണ്ടിയുള്ള പ്രതികാരം തന്നെ. ബാബേലിന്റെ മതിലുകൾക്ക് നേരെ കൊടി ഉയർത്തുവീൻ. കാവൽ ഉറപ്പിപ്പീൻ. കാവൽക്കാരെ നിർത്തുവീൻ. പതിയിരിപ്പുകാരെ ഒരുക്കുവീൻ. യഹോവ ബാബേൽ നിവാസികളെക്കുറിച്ച് അരുളി ചെയ്തത് നിർണയിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു. വലിയ വെള്ളങ്ങൾ കരിയെ വസിക്കുന്നവളായി വളരെ നിക്ഷേപങ്ങൾ ഉള്ളവളെ, നിന്റെ അവസാനം നിന്നെ ഛേദിച്ചു കളവാനുള്ള അവധി വന്നിരിക്കുന്നു. ഞാൻ നിശ്ചയമായിട്ട് വിട്ടിലുകളെ കൊണ്ടെന്ന പോലെ മനുഷ്യരെ കൊണ്ട് നിന്നെ നിറയ്ക്കും. അവർ നിന്റെ നേരെ ആർപ്പിടുമെന്ന് സൈന്യങ്ങളുടെ യഹോവ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു. തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു. തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. അവൻ തന്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിന്റെ മുഴക്കമുണ്ടാകുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു. തട്ടാന്മാരൊക്കെയും വിഗ്രഹനിമിത്തം ലജ്ജിച്ചു പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ ബിംബം വ്യാജമത്രേ, അവയിൽ ശ്വാസവുമില്ല. അവ മായയും വൃഥാപ്രവൃത്തിയും തന്നെ. സന്ദർശന കാലത്ത് അവ നശിച്ചു പോകും. യാക്കോബിന്റെ ഓഹരിയായവൻ ഇവയെപ്പോലെ അല്ല. അവൻ സർവത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവന്റെ അവകാശ ഗോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. നീ എന്റെ വെൺമഴിവും യുദ്ധത്തിനുള്ള ആയുധങ്ങളും ആകുന്നു. ഞാൻ നിന്നെക്കൊണ്ട് ജാതികളെ തകർക്കുകയും നിന്നെക്കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. നിന്നെക്കൊണ്ട് ഞാൻ കുതിരയെയും അതിൻ്റെ പുറത്ത് കയറിയവനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ രഥത്തെയും അതിലിരിക്കുന്നവനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ പുരുഷനെയും സ്ത്രീയെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ വൃദ്ധനെയും ബാലനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ യുവാവിനെയും യുവതിയെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ ഇടയനെയും ആട്ടിൻകൂട്ടത്തെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ കൃഷിക്കാരെയും അവന്റെ ഏർക്കാളിയെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ ദേശാധിപതികളെയും സ്ഥാനാധിപതികളെയും തകർക്കും. നിങ്ങൾ കാണുക, ഞാൻ ബാബേലിനും സകല കൽദയ നിവാസികൾക്കും അവർ സിയോനിൽ ചെയ്തിരിക്കുന്ന സകല ദോഷങ്ങൾക്കും തക്കവണ്ണം
പകരം വീട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സകല ഭൂമിയെയും നശിപ്പിക്കുന്ന വിനാശപർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ മേൽ കൈനീട്ടി നിന്നെ പാറകളിൽ നിന്ന് ഉരുട്ടി ദഹനപർവ്വതം ആക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാപ്രവചനം 51 അധ്യായത്തിൻ്റെ മുഖവുര അവസാന ഭാഗത്താണ്. അതിൻ്റെ 59 മുതൽ 64 വരെയുള്ള വാക്യങ്ങൾ ആണ് ഇതിൻ്റെ മുഖവുര. സിദെക്കീയാവിൻ്റെ 4-ാം ആണ്ടിൽ സെരായാവ് യഹൂദരെ നയിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയപ്പോൾ യിരെമ്യാവ് പുസ്തകത്തിൽ എഴുതിയ വചനങ്ങൾ അവന് നൽകി. നീ ബാബേലിൽ ചെന്ന് കഴിഞ്ഞ് പ്രാത്ത് തീരത്ത് വെച്ച് അത് ജനത്തെ വായിച്ചു കേൾപ്പിക്കണം. അതിനുശേഷം പുസ്തകം ഒരു കല്ല് കെട്ടി പ്രാത്തിൽ താഴ്ത്തിയിട്ട് ജനത്തോട് പറയണം, ഇതുപോലെ ഒരു നാൾ ബാബേൽ മുങ്ങിത്താഴും, പൊങ്ങി വരികയില്ല. 70 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന ബാബേലിൻ്റെ നാശമായിരുന്നു ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ ഉള്ളത്. യിരെമ്യാപ്രവചനത്തിലെ 64 വാക്യങ്ങളുള്ള ഏറ്റവും വലിയ അധ്യായമാണിത്. അത് ഇസ്രയേലിനെ അടിമപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും അവരെ കൊള്ളയിടുകയും അവരുടെ ആടുകളെയും കന്നുകാലികളെയും അപഹരിക്കുകയും അതുപോലെ അവരുടെ കൃഷികൾ നശിപ്പിക്കുകയും അവരുടെ പരിപാവനമായ ദേവാലയം അത് ഇടിച്ച് തകർക്കുകയും അവരുടെ മതിലുകൾ ഇടിച്ച് കളയുകയും ചെയ്ത് മനോഹര, അതായത് സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത എന്ന അപരനാമം ഉണ്ടായിരുന്ന യെരുശലേമിനെ ഒരു കൽക്കുന്നാക്കി അവർ മാറ്റി. വളരെ ദുർബലരായ കുറച്ച് ആളുകളെ മാത്രം ശേഷിപ്പിച്ചിട്ടാണ് ബാബേല് ഇവിടെ നിന്ന് പോകുന്നത്. ബാബേല് വിചാരിച്ചത് അവരുടെ ദേവീദേവന്മാർ, അവരെ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടുമൊക്കെ ഉണ്ടാക്കിയ തട്ടാന്മാരെയൊക്കെ ഉണ്ടാക്കിച്ചിട്ടുള്ള അവരുടെ ദേവന്മാർ ആണ് വലിയത്. അതായിരുന്നു അവരുടെ ധാരണ. അവർ ഇസ്രയേലിൽ മഹാദോഷം പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, ബാബേലിൽ അവർ കൊണ്ടുപോയ പലരുടെയും കണ്ണ് അവർ കുത്തിപ്പൊട്ടിച്ചു. അതുപോലെ മാതാപിതാക്കൾ കാണുക മക്കളെ കൊന്നു. പിന്നീട് അവരെ വളരെയേറെ പീഡിപ്പിച്ചു. ചിലരെ തീയിലിട്ടു, ചിലരെ സിംഹത്തിൻ്റെ ഗുഹയിലിട്ടു. അതുപോലെ അവരെ നരകിപ്പിക്കാനിടയായി തീർന്നു. പക്ഷേ ഇതൊക്കെ ഇസ്രയേലിൻ്റെ അനുതാപത്തിന് കാരണമായി. ഇസ്രയേൽ ബാബേൽ നദികളുടെ തീരത്ത് കരയുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞിരുന്നു, ഞാൻ ബാബേലിൻ്റെ ഗർവം ഇല്ലാതാക്കും, ബാബേലിനെ ഞാൻ ന്യായം വിധിക്കും. കാരണം അവർ ദേവാലയത്തോട്, ദൈവമന്ദിരത്തോട് അനാദരവ് കാണിച്ചു. അതിലെ സ്വർണവും വെള്ളിയും താമ്രവും അവരെടുത്തുകൊണ്ട് പോയി. അവർ യഹോവയെ നിന്ദിക്കാനിടയായി. അതിന് ദൈവം ശിക്ഷിക്കും എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 11-ാം വാക്യത്തിലും 51-ാം വാക്യത്തിലും ഒക്കെ ഈ ദൈവമന്ദിരത്തോട് അവർ കാണിച്ച അനാദരവ് പ്രതികാരത്തിന് കാരണമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. മേദ്യരെ 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുള്ളത്, ഞാൻ ബാബേലിനെതിരെ മേദ്യരെ എഴുന്നേൽപ്പിക്കും, അവര് വിട്ടിലുകളെപ്പോലെ പറന്ന് വരും, അല്ലെങ്കിൽ അസംഖ്യമായിട്ട് വരും എന്നാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. 14-ാം വാക്യത്തിൽ അതാണ് എഴുതിയിട്ടുള്ളത്, വിട്ടലുകളെപ്പോലെ വന്ന് ബാബേൽക്കാർ ആക്രമിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം എന്തുകൊണ്ടാണ് ഈ 70 വർഷം ഇസ്രയേലിനെ പീഡിപ്പിച്ചത്? ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വന്ന ശേഷം വരുന്ന വഴി ദൈവം പറഞ്ഞിരുന്നു, നിങ്ങൾ 6 ദിവസം അധ്വാനിക്കണം, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം, 7-ാം ദിവസം കൃഷിക്ക് പോകരുത്. അതുപോലെ 6 വർഷം കൃഷി ചെയ്യണം, 7-ാം വർഷം ഭൂമി തരിശിടണം, 6-ാം വർഷം ഇരട്ടി വിളവ് ഞാൻ തരും, ആ വിളവ് കൊണ്ട് നിങ്ങൾ ഉപജീവിക്കണം, 7-ാം വർഷം ഭൂമിക്ക് ഒരു സ്വസ്ഥത കൊടുക്കണം, 50-ാം വർഷം നിങ്ങൾ യോബേൽ സംവത്സരം നിങ്ങളുടെ കടങ്ങളെല്ലാം ഇളച്ചു കൊടുക്കണം, നിങ്ങൾ മിസ്രൈമിൽ അടിമകളായിരുന്നത് നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പരദേശിയെയും അനാഥനെയും വിധവയെയും ബുദ്ധിമുട്ടുള്ളവരെയും സഹായിക്കണം, അവർക്ക് കൊടുക്കണം. പക്ഷേ ഇസ്രയേല് കനാനാട്ടിൽ അതിൻ്റെ സമൃദ്ധിയെ കണ്ടു കഴിഞ്ഞപ്പോൾ മിസ്രൈമിനെ മറന്നു, അവരുടെ അടിമത്വത്തെയും അവരുടെ പീഡയെയും എല്ലാം മറന്നു. അവർ
ശബത്തിനെ നിന്ദിച്ചു. അവർ 7-ാം വർഷം കൃഷി ചെയ്തു. ഈ 50-ാം വർഷം കടക്കാരോട് ഇളവ് കാണിച്ചുമില്ല. അങ്ങനെ ഏതാണ്ട് 490 വർഷം കഴിഞ്ഞപ്പോൾ 70 വർഷം ദൈവത്തിന് അവർ കടക്കാരായിരുന്നു. കാരണം 7-ാം വർഷം ഭൂമി സ്വസ്ഥമായിടണമല്ലോ. 490 വർഷത്തിന് 70 വർഷം അവര് ദൈവത്തിന് കടക്കാരായി. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു 70 വർഷം ഭൂമി സ്വസ്ഥമായി കിടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പരിഹസിക്കാൻ പാടില്ല, ദൈവത്തെ നിന്ദിക്കാൻ പാടില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. നമ്മോട് പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ പാലിക്കണം. പഴയ നിയമത്തിലായാലും പഴയ നിയമകാലത്തെ ആളുകളായാലും പുതിയ നിയമകാലത്തെ ആളുകളായാലും കർത്താവ് പറഞ്ഞിട്ടുള്ളതിന് ഒരു വിട്ടുവീഴ്ചയും ഒരു ദാക്ഷിണ്യവും കാണിക്കാൻ പാടില്ല. അനുസരിച്ച് തീരൂ. അതാണ് നാം ബൈബിളിൽ നിന്ന് പഠിക്കുന്നത്. ഇവിടെ ദൈവം കുറേ 70 വർഷം ദീർഘമായ കാലം ക്ഷമിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദൈവം ദീർഘക്ഷമയുള്ളവനാണെങ്കിലും നീതിമാനാണ്, തൻ്റെ വാക്ക് പാലിക്കും. ഇവിടെ 70 വർഷം ഇസ്രായേലിനെ ശിക്ഷിച്ചു. എന്നാൽ ബാബേൽക്കാർ അവർ കാണിച്ച കാഠിന്യത്തിന് ദൈവം ശിക്ഷിക്കുമെന്ന് പറഞ്ഞതനുസരിച്ച് മേദ്യരെ കൊണ്ട് ദൈവം ശിക്ഷിക്കാനിടയായി. ബാബേലിന് ശേഷം മേദ്യരാണ് അധികാരം ഏറ്റെടുക്കാനിടയായത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് നമുക്കായി രക്ഷയൊരുക്കി ഉയർത്ത് ജീവിക്കുന്നു. ആ കർത്താവിനെ കൈക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അവകാശിയാകളാകാൻ നമുക്ക് സാധിക്കണം. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കർത്താവ് ചെയ്യുകയില്ല എന്നുള്ളത് മറക്കാതിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.